അസഹ്യമായ അന്തരീക്ഷം, കലുഷിതമായ മനസ്സ്, സ്വസ്ഥമായൊരു മരണം പോലും നിഷേധിക്കപ്പെട്ടതിലുള്ള നീരസത്തോടെയാണ് അശോകൻ ജോസഫ് ധ്യാന ദിവസങ്ങളെ നേരിട്ടത്. എറണാകുളത്തെ ഒരു പേരുകേട്ട ആശുപത്രിയിൽ അമേരിക്കയിൽ നിന്നും വരുന്ന ഒരു പേരുകേട്ട ഡോക്ടർ നിന്നെ ചികിത്സിച്ചാൽ അസുഖം ഭേദമാകുമെന്ന് എൻ്റെ അനുജൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 1998 ഡിസംബർ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ എൻ്റെ അനുജനും കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ 2 മെയിൽ നഴ്സുമാരും കാഞ്ഞങ്ങാട് ഉദ്യോഗസ്ഥരായ 2 സഹോദരങ്ങളും കൂടിയിട്ട് ഒരു ആംബുലൻസിൽ കയറ്റി ഗ്ലൂക്കോസൊക്കെ ആയിട്ട് എന്നെ ആ സമയത്തൊന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും സാധിക്കാതെ, പരസഹായം കൂടാതെ ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത വളരെ വിഷമിച്ച ഒരവസ്ഥയിലായിരുന്നു. ഇവരെന്നെ ആശുപത്രിയിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും കാഞ്ഞങ്ങാട് നിന്നും കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയത് അവരെ അവിടെ ആംബുലൻസ് നിറക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കായിരുന്നു എന്നെ കൊണ്ടുപോയത്. കള്ളം പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ധ്യാനത്തിന് എന്ന് പറഞ്ഞപ്പോൾ. മരിക്കാൻ 21 ദിവസം അവധി പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയുടെയും മക്കളെയും അടുത്ത് നിന്ന് മരിച്ചോട്ടെ എന്ന് കരുതി ഞാൻ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഡോക്ടറും അവിടുത്തെ ധ്യാനകേന്ദ്രം കണ്ടു. അവിടെ ഒരു ഡോക്ടറോ അവിടെ ഒരു മരുന്നോ അവിടെ ഒരു ചികിത്സിക്കുന്നൊരു സംവിധാനങ്ങളോ ഒന്നും കണ്ടില്ല. ഒരാശുപത്രി ഒന്നും കണ്ടില്ല. അവിടെ നമ്മളിങ്ങനെ സാധാരണ പോലെ കടന്നുപോയി. അവിടെ എന്നെ രോഗികളുടെ വാർഡിൽ കൊണ്ടുപോയി കിടത്തി. അവിടെ ആ രോഗികളുടെ വാർഡിൽ കിടന്നപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് അല്പം അകലെ മാറി ഒരു വലിയ സ്റ്റേജും ആ സ്റ്റേജിൽ കൈ വിരിച്ചു പിടിച്ചു നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു പടവുമായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടത്. അതുവരെ ഞാനൊരു ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു പോയിട്ടില്ലായിരുന്നു. ആ കിടന്ന കിടപ്പ് രോഗികളുടെ വാർഡിൽ ഞാൻ കിടന്നു. എൻ്റെ ചുറ്റും 6ഓളം കിഡ്നി രോഗികളുണ്ടായിരുന്നു, എത്രയോ ക്യാൻസർ രോഗികളുണ്ടായിരുന്നു. ഒരുപാട് രോഗികൾ അവിടെ സൗഖ്യം കാത്ത് കിടക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നോ അവിടെ നടക്കുന്നത് എന്താണെന്നോ അവിടുത്തെ സംഭവങ്ങൾ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ അൾത്താരയിലേക്ക് നോക്കി. അൾത്താര എനിക്ക് നേരിട്ട് കാണില്ലായിരുന്നു, അവിടെ TV-യിലൂടെ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളായിരുന്നു. അന്ന് രാവിലെ തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. പേര് രജിസ്റ്റർ ചെയ്തു. പിന്നീട് അറിയിപ്പ് വന്നു, അടുത്ത വെള്ളിയാഴ്ച ആവാതെ ഒരു ആളെയും ഈ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കുന്നതല്ല. എൻ്റെ കൂടെ എൻ്റെ അനുജനെ പോലും നിൽക്കാൻ സമ്മതിച്ചില്ല. അവൻ ഓഡിറ്റോറിയത്തിലായിരുന്നു ധ്യാനം കൂടിയത്. അവനും കൂടെ വന്ന സഹോദരങ്ങളെല്ലാം ഓഡിറ്റോറിയത്തിലാണ് ധ്യാനം കൂടിയത്. ആംബുലൻസും കൂടെ വന്ന നഴ്സുമാരും തിരിച്ചു കാഞ്ഞങ്ങാടേക്ക് വന്നായിരുന്നു. ഞാനിങ്ങനെ അവിടെ കിടന്നു. വളരെ ദേഷ്യം തോന്നുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം വീട്ടിൽ ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. എല്ലാവരുടെയും അടുത്ത് കിടന്ന് മരിക്കാൻ കിടന്ന എന്നെ ആ ആഴ്ചയിലെ ബുധനാഴ്ച ആകുമ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞ അവധിയാവുമായിരുന്നു 21ാമത്തെ ദിവസം. ആ 21ാമത്തെ ദിവസം മരണം കാത്തു കിടന്ന എന്നെയാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി കിടത്തിയത്. ഒത്തിരി ദേഷ്യം വന്നു. പിന്നീട് അവിടെ കടന്നു പോയില്ലേ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് അറിയിപ്പ് വന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്ന് ആർക്കും പുറത്തു പോകാൻ പറ്റില്ല, വെള്ളിയാഴ്ച ധ്യാനം തീരാതെ ആർക്കും ഇവിടെ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി വിഷമിച്ചു. ഞാൻ എൻ്റെ അനുജനോടൊക്കെ ഒത്തിരി ചൂടായി. ആ പ്രേക്ഷിതൻ ബാബു എന്നൊരു പ്രേക്ഷിതനായിരുന്നു എന്നെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഏൽപ്പിച്ചത്. ആ സഹോദരൻ എൻ്റെ അടുത്ത് കൂടെ വരും, എനിക്ക് വെള്ളം കുടിക്കാൻ തരും. മൂത്രമൊഴിക്കുമ്പോൾ ഈ ബ്ലഡിൻ്റെ കളർ കണ്ട് വീൽ ചെയറിലൂടെ ആ സഹോദരൻ തന്നെ എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകും. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ലഘുഭക്ഷണങ്ങളൊക്കെ തരും. അതപ്പം തന്നെ ഛർദ്ദിക്കും. അങ്ങനെയുള്ള അവസ്ഥ 10 മാസമായിട്ട് തുടർന്നു വരികയായിരുന്നു. ആ സമയത്ത് ധ്യാനം തുടങ്ങിയിട്ട് ഒരുപാട് പേര് ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ആ അൾത്താരയിൽ വന്നിട്ട് സാക്ഷ്യം പറയുന്നു. ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നു. കാരണം അവരുടെ കക്ഷത്തിൽ മുഴയുണ്ടായിരുന്നു, അത് യേശുക്രിസ്തു എടുത്തു മാറ്റി. അവരുടെ യൂട്രസിൽ ക്യാൻസർ ആയിരുന്നു, അത് യേശുക്രിസ്തു എടുത്തു മാറ്റി. എൻ്റെ കിഡ്നി തകരാറായിരുന്നു, അത് യേശുക്രിസ്തു എടുത്തു മാറ്റി. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാനൊരു അത്ഭുതം കാണുന്നത് പോലെയാണ് കണ്ടത് കേട്ടതും. കാരണം അതുവരെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ലായിരുന്നു. ഇതെങ്ങനെയാണ് ക്യാൻസർ എടുത്തു മാറ്റുക? ഇവിടെ ഒരു ആശുപത്രി ഇല്ല, ഇവിടെ ഒരു ഡോക്ടർ ഇല്ല, ഇവിടെ ഒരു മരുന്നിനുള്ള സംവിധാനങ്ങളില്ല, ഒരു നഴ്സുമാരെ കാണാനില്ല. പിന്നെ എങ്ങനെയാണ് യേശുക്രിസ്തു ഇതെല്ലാം എടുത്തു മാറ്റുന്നത് എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉയർന്നു. ആ സമയത്ത് വൈകുന്നേരം ഒരുപാട് സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. ഒരുപാട് അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ, ഇന്ന് വരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് വൈകുന്നേരമായപ്പോൾ വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയ്ക്കായിട്ട് അന്നത്തെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ അച്ഛൻ ബഹുമാനപ്പെട്ട മാത്യു തടത്തലച്ചനായിരുന്നു ആ ആരാധന
കുർബാന നയിക്കാനായിട്ട് അവിടെ കടന്നു വന്നത്. ആ കുർബാനയിൽ അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അശോകൻ 30 വയസ്സ് വരെ എങ്ങനെ ജീവിച്ചുവോ അത് അച്ഛൻ അക്കമിട്ട് പറയുന്നതായിട്ടാണ് കണ്ടത്. 30 വയസ്സ് വരെ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, ഏത് അവസ്ഥയിലാണ് ജീവിച്ചത്, എന്തൊക്കെ വൃത്തികെട്ട രീതിയിലാണ് ജീവിച്ചത് എന്ന് അക്കമിട്ട അച്ഛൻ പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്നിലേക്ക് നോക്കാൻ തുടങ്ങി, ഇത്ര കൃത്യമായിട്ട് എൻ്റെ കാര്യം പറയാൻ ഈ അച്ഛനെ എങ്ങനെ സാധിക്കുന്നു? ഞാൻ ജീവിച്ച വഴികൾ, ഞാൻ നടന്നുപോയ വഴികൾ, ഞാൻ സഞ്ചരിച്ച വഴികൾ, ഞാൻ ചെയ്ത കൂട്ടിയ പ്രവൃത്തികൾ, ആ പ്രവൃത്തികളൊക്കെ അക്കമിട്ട് ആ വിശുദ്ധ കുർബാനയിൽ അച്ഛൻ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെ സംഭവിക്കുന്നു. പിന്നീട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ലഹരി വസ്തുക്കൾക്ക് അടിമയാണെങ്കിൽ അത് ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞു. എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞാനും മനസ്സിലെ ഒരു തീരുമാനമെടുത്തു. അന്ന് വിശ്വാസമൊന്നും വന്നില്ലായിരുന്നു. ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നു. വിശ്വാസമൊന്നും വന്നില്ലായിരുന്നു. അവിടെ ഈ എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ബക്കറ്റ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പ്രസംഗിക്കുകയായിരുന്നു. ഈ പ്രസംഗങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ഈ അസുഖത്തിൻ്റെ വേദനയിലും അസ്വസ്ഥതയിലും ഈ യൂറിൻ ചിലപ്പോൾ ഇങ്ങനെ കൂടി കെട്ടിക്കിടക്കുമ്പോഴുള്ള അസ്വസ്ഥതയും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളൊക്കെ കാരണം ഒത്തിരി വിഷമമുണ്ടായിരുന്നു. ആ വിഷമത്തിനിടയിലും ഞാൻ അങ്ങനെ കിടന്നു. പിന്നീട് ചൊവ്വാഴ്ചയായി. ഒരു പച്ചവെള്ളം കുടിക്കാൻ പോലും സാധിക്കാതെ വല്ലാത്ത വിഷമമായിരുന്നു. എന്ത് കുടിച്ചാലും ഛർദ്ദിക്കും. യൂറിനാണെന്നുണ്ടെങ്കിൽ 100% ബ്ലഡ് അപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ ഈ ധ്യാനത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ധ്യാനത്തിൽ പ്രസംഗിക്കുന്ന ഓരോ സഹോദരങ്ങളും പറയുന്നു. പിന്നീട് എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു വചനഭാഗമാണത്. തിരുവചനം ആദ്യമായിട്ട് കേട്ടപ്പോൾ ആ ഒരു വചനഭാഗമാണത്. ആ ദിവസം തന്നെ, ആ ധ്യാനത്തിന് ഞാൻ കൊണ്ടുപോയ ദിവസം തന്നെ ഒരു സംഭവം ഉണ്ടായി. ബഹുമാനപ്പെട്ട പനക്കലച്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ബൈബിൾ തന്നിട്ട് ആ കിടന്ന കിടപ്പിൽ എൻ്റെ നെഞ്ചത്ത് ബൈബിൾ വെച്ചൊന്ന് തുറക്കാൻ പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം കൈകൊണ്ട് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനമാണ്. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടി എത്രയെന്ന്. ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ വചനത്തെ ഓർത്ത് സന്തോഷിച്ചുകൊണ്ട് ഞാൻ ആ ശുശ്രൂഷയിൽ മുഴുവനായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി. പിന്നീട് ശ്രദ്ധിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അവിടെ പ്രസംഗിക്കുന്ന, അവിടെ ശുശ്രൂഷക്കായിട്ട് കടന്നു വരുന്ന ഓരോ വൈദികരും ഓരോ അൽമായരും പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു വചനമുണ്ട്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം മരിച്ചവനല്ല, അവൻ ഇന്നും ജീവിക്കുന്നവനാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഇന്നും ജീവിക്കുന്നവനാണെങ്കിൽ ഈ പരസഹായം കൂടാതെ കിടന്ന കിടപ്പിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്നും ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് എന്നെ ഈ കിടന്ന കിടപ്പിൽ കിടത്തുന്നു? അങ്ങനെ പരസഹായം കൂടാതെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ എഴുന്നേൽക്കാൻ സാധിച്ചാൽ ഞാനും തമ്പുരാനുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കി, ഞാൻ ദൈവത്തിന് വേണ്ടി ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ ആരാധനയിലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിങ്ങനെ കടന്നുപോയി. ബുധനാഴ്ച രാവിലെയായി. പ്രിയമുള്ളവരെ, 30 വർഷക്കാലം ശരീരത്തിൽ വിയർപ്പ് എന്നൊരു സാധനമില്ലാത്ത ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ബുധനാഴ്ച രാവിലെ ഡോക്ടർമാർ എനിക്ക് അവധി പറഞ്ഞ ദിവസം, എൻ്റെ മരണം വിധിച്ച ദിവസം, 21-ാമത്തെ ദിവസം രാവിലെ എൻ്റെ ശരീരം നന്നായിട്ട് വിയർക്കുന്നു, ഫുള്ളായിട്ട് വിയർക്കുന്നു. എന്താണെന്ന് അറിയുന്നില്ല. ഞാൻ അവിടെ കടന്നു വന്ന കന്യാസ്ത്രീ അമ്മയോട് ചോദിച്ചു, എൻ്റെ ശരീരം നന്നായിട്ട് വിയർക്കുന്നുണ്ട് അമ്മേ, ഇതുവരെ ആയിട്ട് എനിക്ക് വിയർപ്പ് എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെ ആ വിയർപ്പും സഹിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. ബുധനാഴ്ച ശരീരത്തിൻ്റെ അകത്തു നിന്ന് എന്തൊക്കെയോ തട്ടലും മുട്ടലും. ഞാൻ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുക. മരണമാണ് വരുന്നത്. 21-ാം തീയതി 21-ാമത്തെ ദിവസം അശോകന് മരണം വിധിച്ചതാണ്. മരണമാണ് കടന്നു വരുന്നത്. ഇന്ന് മരണം സംഭവിക്കുമെന്ന് മരണത്തെ പ്രതീക്ഷിച്ചിരുന്ന ഞാൻ, അന്ന് ശരീരത്തിലുണ്ടായിരുന്ന ഒരുപാട് മാറ്റങ്ങൾ. അന്ന് ഉച്ചയ്ക്ക് 1 മണിയായി സമയം. എല്ലാവരും ആരാധനയ്ക്കായിട്ട് അവിടെ കടന്നു വന്നു. അന്ന് ധ്യാന കേന്ദ്രത്തിൽ 10,000-ഓളം പേര് ധ്യാനിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പനക്കലച്ചനും ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിലച്ചനും ബഹുമാനപ്പെട്ട തടത്തിലച്ചനും അവിടെ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നു. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചു. ഞാൻ ആ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് കടന്നു. ഈ 10,000ങ്ങളുടെ സ്തുതിപ്പ്, 10,000 ഒച്ചത്തിൽ യേശുവേ രക്ഷക എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു.
ഞാനും പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഇന്നും ജീവിക്കുന്നവനാണെങ്കിൽ ആ കിടന്ന കിടപ്പിൽ നിന്ന് പരസഹായം കൂടാതെ എഴുന്നേൽക്കാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ അപ്പം എനിക്ക് ടി വിയിലൂടെ മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. ഒരു വലിയ തീഗോളമായിട്ട് മാറുന്നതാണ് ഞാൻ കണ്ടത്. ഒരു വലിയ ഗോളം, ചുട്ടുപഴുത്ത അസ്തമയ സൂര്യൻ്റെ ആകൃതിയിലുള്ള ഒരു വലിയ ഗോളമായിട്ടാണ് കണ്ടത്. ആ ഗോളം രണ്ടായിട്ട് പിളരുന്നു. പെട്ടെന്ന് രണ്ടായിട്ട് പിളർന്ന ആ ഗോളത്തിൽ നിന്ന്, ആ അപ്പത്തിൽ നിന്ന് ഒരു വലിയ മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ കണ്ണ് തുറന്നു പിടിച്ചാണ് ഈ അപ്പത്തിലേക്ക് നോക്കുന്നത്. കിടന്നുകൊണ്ട് രണ്ട് കരങ്ങളും ഞാൻ യാചനാപൂർവം പിടിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, അങ്ങ് ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ എന്നെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു വലിയ മനുഷ്യൻ, പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ്റെ നീളത്തിനോ വണ്ണത്തിനോ ഒന്നും ഒരു പരിധിയുമില്ല. താടി വെച്ച് വെളുത്ത് സുന്ദരനായ ഒരു മനുഷ്യൻ, നരച്ച തലമുടി, നരച്ച താടി. എൻ്റെ അടുത്തേക്ക് ആ മനുഷ്യൻ നടന്നു വന്നു. എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് ഈ കിടന്ന കിടപ്പിൽ കിടന്ന് എന്നെ രണ്ട് തോളിലും രണ്ട് കൈത്തണ്ടയിലും തോളോടുത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആ കട്ടിലിന് സൈഡിൽ നിർത്തുന്നു. ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തൊരു തേജസ്സാണെന്ന് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത്രത്തോളം തേജസ്സുള്ള ഒരു വലിയ ചൈതന്യമുള്ള ഒരു, എന്താ പറയുക, അതിന് പറയാൻ നിർവചനമില്ല, അത്രയും പ്രഭാവമുള്ള ഒരു മുഖം. ആ മുഖം ഞാൻ കണ്ടു. ആ മുഖഭാവം ആ മനുഷ്യൻ എൻ്റെ രണ്ട് കരങ്ങൾ ഉയർത്തി തന്നിട്ട് പറഞ്ഞു, ദൈവത്തെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. കണ്ണടക്കാൻ പറഞ്ഞു. ഒരു നിമിഷം കണ്ണടക്കാൻ പറഞ്ഞു. കണ്ണടച്ചപ്പോൾ ഞാൻ കണ്ണടച്ചു. കൈ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച വിളി പലരും കേട്ടു. സ്റ്റേജിലിരുന്ന്, അവിടെ വേദിയിലിരുന്ന്, അവിടെ ആളുകളുടെ ഇടയിലിരുന്ന് വചനം കേൾക്കുന്ന എൻ്റെ അനുജൻ പോലും കേട്ടു ഈ ഒച്ചത്തിലുള്ള വിളി. യേശുവേ എന്നിൽ കനിയണമേ എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വിളിച്ചപ്പോൾ ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈ മനുഷ്യനെ കാണാനില്ല. എൻ്റെ അടുത്ത് വന്ന മനുഷ്യനെ കാണാനില്ല. അദ്ദേഹം എങ്ങോട്ട് പോയി? പെട്ടെന്ന് ഓടി വന്നു. ബാബു എന്ന എന്നെ നോക്കിയിരുന്ന, എന്നെ അവിടെ ശ്രദ്ധിച്ചിരുന്ന പ്രേക്ഷിതൻ ഓടി വന്നു. ആ പ്രേക്ഷിതൻ എന്നോട് ചോദിച്ചു, എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോഴും പലരും പറയുന്നുണ്ടായിരുന്നു, അവിടെ സ്റ്റേജിൽ വെച്ച് വൃക്കരോഗിയായ മകനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആ ഒരു വലിയ അനുഭവം ആ മനുഷ്യൻ്റെ അടുത്തുനിന്ന് പോയി. പിന്നീട് സ്റ്റേജിലേക്ക് എന്നെ വിളിപ്പിച്ചു. കൈ പിടിച്ച് നടത്താതെ ഞാൻ സ്വയം ഒരു 2-3 കിലോ ഭാരം വരുന്ന എൻ്റെ രേഖകൾ, ആശുപത്രിയിൽ പരിശോധിച്ച രേഖകൾ, സ്കാനിങ് റിപ്പോർട്ടുകൾ എല്ലാം കൂടി തൂക്കിപ്പിടിച്ച്, എക്സ്റേകളും എല്ലാം തൂക്കിപ്പിടിച്ച് ഞാൻ സ്റ്റേജിലേക്ക് നടന്നു പോയി. അവിടുന്ന് അവരത് ടി വിയിലൂടെ പലരെയും കാണിക്കുന്നുണ്ടായിരുന്നു. മൈക്ക് കയ്യിൽ വെച്ച് എന്നോട് അച്ഛൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? ഞാനുണ്ടായ സംഭവം പറഞ്ഞു. ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കണ്ടാൽ നീളത്തിനും വണ്ണത്തിനും ഒന്നും ഒരു പരിധിയുമില്ലാത്ത ഒരു തേജസ്സുറ്റ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു. എന്നെ എഴുന്നേൽപ്പിച്ചു. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, 10 മാസമായിട്ട് കിടന്നിരുന്ന ഞാൻ പരസഹായം കൂടാതെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. സ്റ്റേജിൽ പലരോടും ഈ കാര്യങ്ങൾ വളരെ ചെറിയ സമയത്തിന് പറഞ്ഞു തീർത്തു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി? ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് 10 മാസമായി. എന്ത് കഴിച്ചാലും ഛർദ്ദിച്ചു പോകുമെന്ന് പറഞ്ഞു. പിന്നീട് അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ധ്യാനകേന്ദ്രത്തിൻ്റെ സെഹിയോൻ ഊട്ടുശാലയിൽ പോയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് സെഹിയോൻ ശാലയിൽ പോയി വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. പ്രിയമുള്ളവരെ, ഛർദ്ദിച്ചില്ല, ഒരു തുള്ളി പോലും ഛർദ്ദിച്ചില്ല. അവിടെ നിന്ന് നന്നായിട്ട് യൂറിൻ പാസ് ചെയ്തപ്പോൾ ആ യൂറിനിൽ ഒരു കളറും കണ്ടില്ല. 100% ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ യൂറിനിൽ 1% പോലും, ഒരു കളർ പോലും കണ്ടില്ല. വൈകിട്ട് 5 മണിക്ക് അവിടുത്തെ ലബോറട്ടറിയിൽ നിന്ന് ഈ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 1% പോലും ബ്ലഡ് ഉണ്ടായിരുന്നില്ല. RBC നോർമലായി. ദൈവം തന്ന വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് രാത്രി അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പടിയിറങ്ങി. ഈ ആംബുലൻസിൽ കയറ്റിയിട്ട് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയ അശോകനിത ആ ശനിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞു, അവിടെ നിന്നു. ഞാൻ ശനിയാഴ്ച പുറപ്പെട്ടത്. ശനിയാഴ്ച ദിവസം 11:45 പരശുരാമിന് കാഞ്ഞങ്ങാട് വന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോൾ എത്രയോ പേരെന്നെ സ്വീകരിക്കാൻ വന്നു. 21 ദിവസം അവധി പറഞ്ഞ് ഡോക്ടർമാർ ഉപേക്ഷിച്ച് മരിച്ച് മണ്ണാകേണ്ട അശോകനിത
പൂർണ്ണ സൗഖ്യത്തോടെ ഊർജ്ജസ്വലനായിട്ട് നടന്നു വരുന്ന കാഴ്ചയാണ് എൻ്റെ നാട്ടുകാർ കണ്ടത്. അതൊരു പ്രദേശത്തിന് തന്നെ വലിയൊരു അത്ഭുതമായിട്ട് മാറി. ഇത് എങ്ങനെ സംഭവിച്ചു? നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ എന്ന് പറയുന്ന ഇതൊരു പുതിയ അനുഭവമാണ്. നമ്മുടെ ഞാൻ 33ാമത്തെ വർഷമാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് ജീവിച്ചിരിക്കുന്ന സാക്ഷികളാണ് ഈ അശോകട്ടൻ. നമ്മുടെ രോഗത്തിൻ്റെയൊക്കെ ഒത്തിരി ആൾക്കാർ ഇപ്പോഴും നമുക്ക് 14 ക്രിയാറ്റിനുള്ള ആൾക്കാർ ഇപ്പോഴും ഒത്തിരി ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇത്രയും സർവീസിൽ അശോകട്ടനാണ് ഇപ്പോഴും ഈ ഒരു ഇത്രയും മേഖലയിൽ ഇത്രയും ഭീകരമായ ഒരു അസുഖം ഉണ്ടായിട്ട് പോലും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ നിർബന്ധപ്രകാരം ഏട്ടൻ എൻ്റെ ഒന്നിച്ച് വന്നു. എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം അവിടെ പോയി ഒരാഴ്ച ദാനം കൂടി. അപ്പോൾ ആ ഒരാഴ്ച തന്നെ അവന് മാറ്റം ഉണ്ടായെന്ന് പറയുന്നു. പിന്നെ ഞാൻ അറിയാതെ തന്നെ അവൻ സ്വയം പോകാൻ തുടങ്ങി. അവൻ്റെ ഫീലിംഗ് അവന് അത് ചേഞ്ച് ആവുന്നുണ്ട് പറഞ്ഞിട്ട് അതുകൊണ്ട് അവൻ അവിടുന്ന് പോയിട്ട് ഇത് ധ്യാനം കൂടാൻ തുടങ്ങി. പിന്നില്ല സമയങ്ങളിൽ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. അങ്ങനെയല്ല, ഒരു അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ധ്യാനം കൂടുന്നുണ്ടാവും പോയി. കർത്താവ് എനിക്ക് തന്ന സൗഖ്യത്തിന് നന്ദിയായിട്ട് ഞാൻ പിന്നീട് ശുശ്രൂഷ ആരംഭിച്ചു. 2000-ലും ധ്യാനം കൂടി. അതിന് 7 മാസക്കാലം തുടർച്ചയായിട്ട് അനേകം സഹോദരങ്ങളെയും കൂട്ടിപ്പോയി ഞാൻ ധ്യാനം കൂടി. യേശുവിൻ്റെ സ്നേഹം എന്താണെന്ന്, വലിയ രോഗസൗഖ്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായി. പിന്നീട് ശുശ്രൂഷകൾ ആരംഭിച്ചു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ തിരുവചനം പറയുന്നു, ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. വചനം പറയുന്നുണ്ടല്ലോ, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. പ്രിയമുള്ളവരെ, എത്രയോ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വസ്ത്രവിതരണം ചെയ്തും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തും ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ ആ വലിയ മഹത്വം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു. പല ധ്യാന കേന്ദ്രങ്ങളിലും പോയി ധ്യാനം കൂടുന്നു. പല ധ്യാന കേന്ദ്രങ്ങളിലും സാക്ഷ്യ ശുശ്രൂഷക്കായിട്ട് കടന്നു പോകുന്നു, മധ്യസ്ഥ പ്രാർത്ഥനക്കായിട്ട് കടന്നു പോകുന്നു. ഒത്തിരി കുടുംബങ്ങൾക്ക്, രോഗികളായ 130ഓളം കുടുംബങ്ങൾക്ക് എല്ലാ വർഷവും ഓണത്തിനും ക്രിസ്മസിനും ഈസ്റ്ററിനും ഒരു 1000-1500 രൂപ വിലയുള്ള കിറ്റ്, ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യാൻ ഈശോ എന്നെ സഹായിക്കുന്നു. ഞാനും അശോകനുമായിട്ട് കണ്ടുമുട്ടിയിട്ട് 10-18 വർഷത്തിന് മുകളിലായി. അശോകന് സൗഖ്യം കിട്ടിയതിന് ശേഷം ഞാൻ അവനുമായിട്ട് പരിചയപ്പെട്ടു. അവനുമായി അത് കഴിഞ്ഞ് പല ശുശ്രൂഷ മേഖലകളിലേക്കും കടന്നു പോകാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. അതുകൊണ്ട് ഞങ്ങൾ ആ രോഗികളായി കിടക്കുന്ന പല രോഗികൾക്ക് വാട്ടർ ബെഡ് കൊടുക്കുവാനും വീൽചെയർ കൊടുക്കുവാനും പിന്നെ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത പിള്ളേർക്ക് പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കുവാനും ഫീസ് അടയ്ക്കുവാനും എല്ലാം അശോകൻ ബ്രദർ മുഖേന ഞാനും കൂടുതൽ പോയിട്ടുണ്ട്. കാസർഗോഡ് ഭക്ഷണം കൊടുക്കുന്ന ശുശ്രൂഷ മേഖലകളിലും കടന്നു പോകാനും കഴിയാവുന്ന രീതിയിൽ സേവനത്തിൽ പങ്കുചേരുവാനും എന്നെ ദൈവം അനുവദിച്ചു. അനേകരുടെ ഉദാരമതികളായ നല്ല മനസ്സിൻ്റെ സഹായം കൊണ്ട് ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുന്നു. 13 വർഷക്കാലമായിട്ട് കാസർഗോഡ് ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലെ പാവപ്പെട്ട രോഗികൾക്ക് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ, ഇന്ന് പോലും അത് ചെയ്തു, ഒരു ദിവസം പോലും മുടങ്ങാതെ ഭക്ഷണം നൽകി വരുന്നു. അവിടെ അഡ്മിറ്റായ പാവപ്പെട്ട എന്നല്ല എല്ലാ രോഗികൾക്കും 100-130ഓളം രോഗികൾ അവിടെയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം, അത് സമൃദ്ധമായ സദ്യ വിതരണം ചെയ്തു വരുന്നു. കർത്താവ് അതിനുള്ള വലിയ ദൈവം അതിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ ക്രിസ്തു വഴി എല്ലാ സഹായവും ചെയ്യുന്നു. ഞാനും അശോക് ബ്രദറായിട്ട് കുറേ വർഷത്തിൻ്റെ പരിചയമാണ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു ദിവസം കാണുന്ന സമയത്ത് അശോക് ബ്രദറിനെ നമ്മൾ അനുഭവങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അശോക് ബ്രദറിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞ അനുഭവങ്ങളും ഞങ്ങൾ രണ്ടുപേരും അത് ഷെയർ ചെയ്തു. അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ സഹിക്കാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് ജീവിതത്തിൽ വന്നത്. എന്നിട്ട് അതിനുശേഷം മാസത്തിലൊരിക്കൽ നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടായിരുന്നു. അതിൻ്റെ ശേഷം കൊടുത്ത് നല്ല നല്ല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓട്ടോ ഓടിച്ചുകൊണ്ടായിരുന്ന ആളാണ്. അങ്ങനെ അതിന് ശേഷം നമുക്ക് JCB ഫീൽഡിൽ വന്നു. അതിന് 1 വണ്ടിയായി 2 വണ്ടിയായി ഇപ്പോൾ 20ൻ്റെ അടുത്ത് വണ്ടികളാണ് നമുക്കുള്ളത്. ഇപ്പോൾ നമ്മൾ മാസത്തിൽ 4 പ്രാവശ്യമാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് അശോകൻ്റെ ഒന്നിച്ച് കൂടിയിട്ട്. അങ്ങനെ അശോകൻ്റെ എന്ത് പറഞ്ഞാലും എന്തൊരു ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ അശോക ബ്രദറിനോട് ഞങ്ങൾ ചോദിച്ചിട്ടാണ്
നമ്മളെന്ത് ചെയ്യുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന് 13-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും. അതിനിടയിൽ ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് 2015 ഒരു വയറുവേദന വന്നു. ഈ വയറുവേദന വന്നപ്പോൾ ഞാൻ ആദ്യം പോയത് ആശുപത്രിയിലേക്കല്ല, ഞാൻ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട പട്ടായിലച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ കടന്നുപോയി. ആ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് അവിടുത്തെ ബ്രദർ എന്നോട്, പരിചയമുള്ള ബ്രദറാണ്, ബ്രദറെ എന്തോ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു വലിയ അത്ഭുതം സംഭവിച്ചിട്ടാണ് ഞാൻ വരുന്നത്. വലിയൊരു അത്ഭുതം. ജനിക്കുമ്പോൾ തന്നെ ഒരു കിഡ്നിയേ ഉള്ളൂ, അത് 99% തകരാറായി. യേശുക്രിസ്തു സൗഖ്യം തന്നു. കർത്താവിൻ്റെ വയലിൽ വലിയ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഞാൻ ഓടി നടക്കുന്നു. വചനം പാലിച്ചുകൊണ്ട് അനേകർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. കർത്താവിൻ്റെ വയലിലെ ഒരു എളിയ വേലക്കാരനായി ജീവിക്കുന്നു. ഇനി എന്ത് അത്ഭുതം എന്ന് ബ്രദറെ ഞാൻ ചോദിച്ചു. എങ്കിലും ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നു. ആ വയറുവേദന ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മംഗലാപുരത്ത് ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിലേക്ക് കടന്നുപോയി. ആശുപത്രിയിലേക്ക് കടന്നു പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പഴയ റിപ്പോർട്ടുമായിട്ടാണ് കടന്നു പോയത്. പഴയ റിപ്പോർട്ടിൻ്റെ ഒരു ചെറിയ കോപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുമായിട്ടാണ് കടന്നു പോയത്. അതിലുണ്ടായിരുന്നു ഒരു കിഡ്നിയുടെ ഒരു ചിത്രം. മറ്റുള്ള വലിയ റിപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല, മാഞ്ഞു പോയായിരുന്നു. 22-21 വർഷക്കാലമായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ എന്നിട്ട് ആ സ്കാനിങ് റൂമിലേക്ക് കടന്നു പോയപ്പോൾ ആ സ്കാനിങ് റൂമിൽ എന്നെ കിടത്തിക്കൊണ്ട് തന്നെ ആ സ്കാൻ ചെയ്യുന്ന ആ ഡോക്ടർ പെട്ടെന്ന് പറയുകയുണ്ടായി, അശോകന് റൈറ്റ് കിഡ്നി വന്നിട്ടുണ്ട്, ഒരു റൈറ്റ് കിഡ്നി വളർന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു റൈറ്റ് കിഡ്നി വളർന്നു വരുന്നുണ്ട് എന്ന്. അതിൻ്റെ വളർച്ച എന്തോ 11.2% ആയിട്ടുണ്ട്. അത് പ്രവർത്തിക്കുന്നുണ്ട്. അശോകൻ്റെ ശരീരത്തിൽ കർത്താവ് 2 വൃക്കകൾ വെച്ച് പിടിപ്പിച്ചു. 100% പ്രവർത്തിക്കുന്ന 2 കിഡ്നി ഇന്ന് എൻ്റെ ശരീരത്തിലുണ്ട്. 1998 മാരകമായ വൃക്കരോഗം ബാധിച്ച് ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഈശോ അത്ഭുതകരമായി അശോകൻ ചേട്ടനെ സൗഖ്യപ്പെടുത്തി ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോ ഒരുക്കുകയായിരുന്നു. കഴിഞ്ഞ 21 വർഷമായി കാഞ്ഞങ്ങാട് മേഖലയിൽ കാരുണ്യത്തിൻ്റെ മുഖമായിട്ട് ഈ അശോകൻ ജോസഫ് ചേട്ടൻ പ്രവർത്തിക്കുകയാണ്. ബോംബുകൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും ലോകത്തിൽ ഒത്തിരി അസ്വസ്ഥതകൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുവാനായിട്ടുള്ള ഒരു വലിയ മാതൃകയാണ് അശോകൻ ജോസഫ് ചേട്ടൻ നമുക്ക് കാണിച്ചു തരിക. ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അനേകർക്ക് ഒത്തിരി ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് കാരുണ്യത്തിൻ്റെ മുഖമായിട്ട് മാറുവാൻ അശോകൻ ജോസഫ് ചേട്ടന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നിമിഷം കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ദേവാലയം ഒത്തിരി സന്തോഷിക്കുന്ന അവസരമാണ്. മാതൃകാപരമായ ജീവിതം നയിക്കുന്നതിലൂടെ ഇനിയും ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുവാൻ അശോകൻ ജോസഫ് ചേട്ടന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ദേവാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ ശുശ്രൂഷകളോടും ചേർന്നുകൊണ്ട് ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്നു. കാഞ്ഞങ്ങാടിൻ്റെ കാസർഗോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെയും വിവിധ ഭാഗങ്ങളിലുള്ള അനേകം മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം ഞാൻ അധ്വാനിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട്. ദൈവരാജ്യം മഹത്വപ്പെടണം, ദൈവത്തിൻ്റെ നാമമാണ് മഹത്വപ്പെടേണ്ടത്. അതിനുവേണ്ടി മുഴുവൻ സമയം ഓടി നടക്കാൻ എനിക്ക് കർത്താവ് കൃപ നൽകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ ഉയർപ്പിന് ശേഷം ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. ബഹുമാനപ്പെട്ട അശോകേട്ടനെ കാണുമ്പോഴെല്ലാം ഞാൻ ഓർക്കുന്നത് ഈ വചനമാണ്. കർത്താവ് ഈശോ മിശിഹ അത്ഭുതകരമായൊരു സൗഖ്യം അദ്ദേഹത്തിന് നൽകി. അതിനുശേഷം അന്നു മുതൽ ഇന്നുവരെ കാണുമ്പോഴും വിളിക്കുമ്പോഴും എല്ലാം അദ്ദേഹം ഏതെങ്കിലും ശുശ്രൂഷയിലായിരിക്കും. ആർക്കും വേണ്ടാണ്ട് തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജീവിതങ്ങളെ കൂട്ടിക്കൊണ്ടുവരിക, അവർക്ക് വേണ്ട ഭക്ഷണം മറ്റ് സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, കുഞ്ഞിരാമൻ എന്നു പേരുള്ളൊരു മനുഷ്യൻ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റായി. വളരെയധികം സീരിയസ് ആയൊരവസ്ഥയിൽ അദ്ദേഹത്തെ നോക്കുവാനോ പരിചരിക്കുവാനോ ആരുമില്ലാത്തൊരവസ്ഥ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അശോകേട്ടൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലും, സ്നേഹത്തോടെ പരിചരിക്കും, സ്നേഹത്തോടെ ഭക്ഷണം വാങ്ങിക്കൊടുക്കും, അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കും. അങ്ങനെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിന് സൗഖ്യം കിട്ടി. ആ മനുഷ്യന് പോകുവാനായിട്ട് ഒരിടവും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട അശോകേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ഒരു കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, പോകുവാൻ വേറൊരു സ്ഥലവുമില്ല, സ്നേഹാലയത്തിലേക്ക് സ്വീകരിക്കാമോ? ഞാൻ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു.
ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് അശോകൻ ഇവിടെ വന്നു. വന്ന അവസ്ഥയിൽ അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു. തുടർ പരിചരണത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഈ ആശ്രമത്തിലെ ഒരു ശുശ്രൂഷകനായി മാറി. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു സ്നേഹ ശുശ്രൂഷകനായി മാറി. മറ്റൊരവസരത്തിൽ ബാലകൃഷ്ണൻ എന്നൊരാളെ തെരുവിൽ നിന്ന് അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹവും ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ച് തിരിച്ചുപോയി. ഇതുപോലെ അനേക ജീവിതങ്ങളെ അദ്ദേഹം ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴൊക്കെ കണ്ടുമുട്ടുന്ന ആരോരുമില്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും അലഞ്ഞു തിരിയുന്നു കാണുകയാണെങ്കിൽ വിളിക്കും, അവരെ കൂട്ടിക്കൊണ്ടും കൊണ്ടുവരും, അവരെ ശുശ്രൂഷിക്കും. അങ്ങനെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം തൻ്റെ ജീവിതം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു എളിയ സഹോദരനാണ് അദ്ദേഹം. ദൈവത്തിൻ്റെ ആ വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളൊക്കെ വലിയ സ്നേഹത്തോടെ, ഭാര്യയും മക്കളും, ഒരു കഴിവുമില്ലാതെ ഒരു യോഗ്യതയുമില്ലാതെ എൻ്റെ ജീവിത പങ്കാളി എന്നൊരു സ്വകാര്യ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ മകൻ ഒരു ചാനലിൽ, ഒരു സ്വകാര്യ ചാനലിൽ ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ രണ്ടാമത്തെ മകൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇത് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് തന്ന ദാനോ? ഇതെൻ്റെ ഒരു കഴിവല്ല. വിശ്വാസം മൂലം എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം പറയുന്നുണ്ട്, വിശ്വാസം മൂലം കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇതാണ് എൻ്റെ അനുഭവം. ഇത്രയും വർഷക്കാലം, ഈ 10-21 വർഷക്കാലം ദൈവത്തിൻ്റെ തണലിൽ സത്യമെന്തെന്ന് അറിഞ്ഞപ്പോൾ, അതുവരെ നടന്ന വഴികളെല്ലാം ത്യജിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചപ്പോൾ ഇന്നെൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ, ഞാൻ പോകുന്ന മേഖലകളിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ, ഇതൊന്നും അശോകൻ്റെ കഴിവല്ല, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന ദൈവത്തിൻ്റെ വചനം. ആ നിത്യനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ആ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ കൂട്ടായ്മകളോടും ചേർന്നുകൊണ്ട്, എല്ലാ പ്രാർത്ഥനകളോടും ചേർന്നുകൊണ്ട് ഈ ലോകത്തോട് മുഴുവനും എൻ്റെ സാക്ഷ്യം പറയാനുള്ള ആ വലിയൊരാഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട്, സത്യമറിയുന്ന ഓരോ മക്കളും നല്ല വഴിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്, തിന്മയെ തള്ളിക്കൊണ്ട് നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള വലിയ അനുഗ്രഹവും കൃപയും നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അശോകൻ ജോസഫ് ഒരു തിരിച്ചറിവാണ്. നമ്മുടെ അനുമാനങ്ങൾക്കപ്പുറം ദൈവനിശ്ചിതമായ പദ്ധതികളുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ജീവിതത്തെയും വരച്ചു കാട്ടുന്ന ഒരു പാഠപുസ്തകം. എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ കുടുംബം നല്ല പ്രാർത്ഥനയിലുള്ള കുടുംബമാണ്, നല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ എന്നെ വളർത്തിയതാണ്. പക്ഷെങ്കിൽ എൻ്റെ പൂർണ്ണ വളർച്ചയിൽ പ്രായപൂർത്തിയായ സമയത്ത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ ഭാഗത്തു നിന്നെല്ലാം അകന്നു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എത്തിപ്പെട്ടതാണ്. പള്ളിയിൽ ഏത് പ്രധാനപ്പെട്ട കാര്യം വരുമ്പോഴും ജോർജിനോട് പറഞ്ഞാൽ അത് ജോർജ് ശരിയാക്കും എന്നുള്ള അഭിപ്രായം ബാക്കി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു വേദന വന്നു. എൻ്റെ ദൈവമേ, ഈ മദ്യപാനികളായ സഹോദരങ്ങളെ, മദ്യപാനികളായ ഇവരെ എങ്ങനെ ധ്യാന കേന്ദ്രത്തിൽ എത്തിക്കും? ഞാൻ ആ നിമിഷം തന്നെ അവളുടെ ചെവിട്ടത്ത് കൈ ഉയർത്തി അടിച്ചു.